പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ. ദൈവത്തിന്റെ ദാസന്മാർ, നമ്മുടെ ബഹുമാന്യ സൂപ്രണ്ട് TJ സാമുവൽ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. വന്ന് അവിടെ നിൽക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ഇവിടേക്ക് അടുത്ത് വരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ വിലപ്പെട്ടതാണ്. വളരെ കൃത്യമായ ഇന്ന് ഇങ്ങനെയുള്ളൊരു ക്രമീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നല്ലോ. വന്നെത്തിയ നമ്മെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ തിരുകൃപ നമ്മുടെ മേൽ പകരട്ടെ. ഇന്ന് രാവിലെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഇപ്പോൾ നമ്മുടെ സെക്ഷന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ നെൽസൺ സാമുവൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങളുടെ പാദപീഠം ഇന്ന് രാവിലെ ചേർന്ന് വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഏവർക്കും നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിനായി സ്തോത്രം കരയേറ്റുന്നു. ചിരകാലത്തെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. ഈ മാടമുക്ക് ദൈവസഭയ്ക്ക് വേണ്ടി പണിയപ്പെട്ടതായ പാഴ്സനേജിന്റെ സമർപ്പണ ശുശ്രൂഷ എന്ന നിർവഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് TJ സാറിനെ ഇന്ന് രാവിലെ കർത്താവ് കൂട്ടിവരുത്തതിനായി സ്തോത്രം. ശുശ്രൂഷ നിർവഹിപ്പാൻ ആവശ്യമായ ദൈവകൃപ ദാസന്റെ ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്ത എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും സഭയെയും സഭാവിശ്വാസ ജനങ്ങളെല്ലാം കൂടി വരുന്നവരെല്ലാം ഒരിക്കൽ കൂടെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ദൈവനാമ മഹത്വമായിരിക്കാൻ കൃപ ചെയ്യണം. ഞങ്ങളുടെ പരസ്പരക്കായ കുടുംബത്തിനായി സ്തോത്രം. തന്റെ ഉദ്യമത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ കരത്തെ ഇത്രത്തോളം സഹായിച്ചല്ലോ, ശക്തീകരിച്ചല്ലോ. ഇതിന് വേണ്ടതായ സാമ്പത്തിക വഴിയെല്ലാം കണ്ടെത്തുവാൻ ദൈവം കൃപ കൊടുത്തതിനായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവം ഞങ്ങൾ നൽകി മാനിക്കണം. ആത്മാവ് ഞങ്ങൾ ഏവരെയും ഒരുപോലെ ബലപ്പെടുത്തും. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ട് പാടാനുള്ള അവസരമാണ്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന സുന്ദരമായ മനോഹരമായ ശുശ്രൂഷയാണ് പാട്ട് എന്നത്. എനിക്കറിയാം, ഒരിത്തിരി വെയിൽ കൊണ്ട് നിങ്ങൾ നിൽക്കുന്നു. സാരമില്ല, രാവിലത്തെ ഒരു ഇച്ചിരി വെയിലല്ലേ, നല്ലതാണ്, കുഴപ്പമില്ല. പ്രാർത്ഥനയുടെ പാടുമ്പോൾ അതൊന്നും അറിയില്ല. നല്ല സുന്ദരമായ ഗായകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടി നല്ല സുന്ദരമായ ഒരു ഗാനം ആലപിക്കുന്നു. പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. ഈനായി മഹാത്ഭുതം ചെയ്തിടുന്നോനെ, ഏകമായി വണങ്ങി പാടിടാമെന്നും. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, നല്ലവനല്ലോ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകമായി വണങ്ങി പാടിടാമെന്നും. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ, കോടിയോട് വാരത്തിൽ തൂക്കിയവനാ.
ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ ഭൂമിയെ വെള്ളത്തിൻ്റെ കിഴിച്ചവൻ ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയൊരു വാനത്തിൽ തൂക്കിയവനാ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ തൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. Praise the Lord. കരങ്ങൾ ഉയർത്തി ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ ദൈവസാന്നിധ്യം നിറയുന്ന ഈ സമയം നമുക്ക് ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്. മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ കഴിഞ്ഞ ഒരു വർഷം ആയി നടക്കുന്ന ഈ പാഴ്സനേജിന്റെ പണിയുടെ പൂർത്തീകരണം എത്തുകയും ഇന്ന് നമ്മളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനോഹരമായ സുദിനമാണ്. വളരെ സന്തോഷത്തോടും ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും വന്നെത്തിയിരിക്കുന്ന നിങ്ങളെ മുഴുവൻ കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഏത് ശുശ്രൂഷയുടെയും അതിപ്രധാനമായ ഭാഗം ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇപ്പോൾ 24 സംഗീതത്തിന് നമ്മുടെ അതിരൂപം ഭാഷ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം വായിക്കും. 24-ാമത്തെ സങ്കീർത്തനം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന് ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ആമേൻ. വളരെ സുന്ദരമായ ഈ നല്ല പകൽ സന്തോഷത്തോടെ ഈ ആലയത്തിന്റെ ക്യാമ്പസിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. നിങ്ങളെ എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് എനിക്കറിയാം നല്ല നാല് വർത്താനം പറയാനുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടെങ്കിലും നിങ്ങൾ വെയിലത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ അതിലേക്ക് തുനിയാതെ അടുത്ത ശുശ്രൂഷയിൽ കയറുകയാണ്. നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അസംബ്ലി സഭകളുടെ മുൻനിരയിൽ നിന്ന് കർത്താവിനാൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ജനത്തെ നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സുന്ദരമായി കർത്താവ് ശക്തിയോടെ ആത്മബലത്തോടെ നിർത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പറുണ്ട് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യണം. ഒരു തകർപ്പൻ കയ്യടിയോടെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാമല്ലോ. താങ്ക് യു സാർ. സാർ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് സാർ നമ്മളോട് ഇത്തിരി വാക്കുകൾ പറയുകയും അദ്ദേഹം തുറന്ന് ഇതിനകത്തേക്ക്. കർത്താവിന്റെ മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നിങ്ങൾ വെയിലത്ത് നിൽക്കുന്നത് കൊണ്ട് അകത്ത് കയറിയിട്ട് ഞാൻ കാര്യം പറയാം. ദൈവം നൽകിയ ഈ സ്ഥാപനം പ്രിയപ്പെട്ട പാസ്റ്റർ കെ സാമുവലും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ സഭയും വളരെ ഉത്സാഹിച്ച് ഈ കാര്യം ഇന്ന് പൂർത്തീകരിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സ്തോത്രത്തോടെ ഈ ഭവനത്തിനകത്തേക്ക് പ്രവേശിച്ച് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെയുള്ള ദൈവവേലയ്ക്ക് വേണ്ടി പണിതിരിക്കുന്ന ഈ ഭവനം ഞാൻ തുറക്കുന്നു. സ്തോത്രത്തോടെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. വന്നിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരും അകത്തേക്ക് പ്രവേശിക്കണം. വാതിലുകളെ നിങ്ങൾ
നിങ്ങൾ തലകളെ ഉയർത്തി വരും ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതയേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതയേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സന്തോഷത്തോടെ നമുക്ക് ഈ പുതിയ പാഴ്സേജിന്റെ അകത്തേക്ക് കയറി പറയാൻ കിട്ടുന്ന അവസരം പറഞ്ഞു കേട്ടോ. ഒന്ന് രണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട TJ സാമുവൽ സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന അവസരമാണ്. വളരെ ആത്മനിറവിലും ആത്മസന്തോഷത്തിലും സ്വോത്ര അർപ്പണത്തിലും ആരും അനങ്ങാൻ നിൽക്കരുത്. സ്വോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള അവസരം കൂടിയാണ്. ഇതിന് ചുറ്റും ഈ ക്യാമ്പസിന് ചുറ്റും ആത്മസാന്നിധ്യം വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നമ്മൾ ഒരുമിച്ച് തിരിച്ചറിയുന്നു. സന്തോഷ സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്. അവിടെ മഹത്വം ദൈവത്തിന് കൊടുക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ആയിരിക്കാം. ബഹുമാനപ്പെട്ട സാറിന് കർത്താവിന് മഹത്വം. എന്ന ഈ അവസരം ദൈവം നൽകി. നമ്മളങ്ങനെ നന്ദിയോടുകൂടെ ഇവിടെ സാന്നിധ്യത്തിൽ നിൽക്കും. പാഠമക്കളായിട്ട് പ്രവർത്തിക്കുന്നു.
പല വർഷങ്ങളായി SMS കോഡിൻ്റെ കൂട്ടായ്മയിൽ നിലകൊള്ളുന്നു. ഈ ഭാഗത്തെ നമുക്ക് അല്പം വിസ്തൃതമായ സ്ഥല സൗകര്യങ്ങളുള്ള ഒരു കൂട്ടമാണ് ഈ കൂട്ടം. പ്രിയപ്പെട്ട CG തോമസ് അദ്ദേഹം ഇവിടെ അടുത്ത് താമസിക്കുകയായിരുന്നു. ഇവിടെ പ്രത്യേകമായ ശുശ്രൂഷകന്മാർ നിയമിക്കും. പാസിന് ഉണ്ടായി ചില വർഷങ്ങളായി കുടുംബമായിട്ട് ഇവിടെ വന്ന ഈ പ്രവർത്തനം തുടങ്ങി അദ്ദേഹം തുടർന്നു നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ ഉത്സാഹം, അതോടൊപ്പം ഇവിടെ നിന്ന ദൈവജനത്തിൻ്റെ ഉത്സാഹവുമായിട്ട് ഇന്ന് ഇങ്ങനെ മനോഹരമായ ഒരു പാസനേജ് നിർമ്മിക്കാൻ സമർപ്പിക്കാൻ ദൈവം അവസരം നൽകി. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഉത്സാഹത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലക്കാരൻ നിലയിൽ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. ആ ഉത്സാഹം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ഉത്സാഹം പോലിരിക്കും ആ സ്ഥലത്തെ പ്രവർത്തനം നടക്കും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീനയും ദൈവം ഈ കുടുംബത്തെ സഹായിച്ച് ഈ കാര്യത്തിൽ പ്രാപ്തരാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നതോടൊപ്പം ഒരിക്കൽ കൂടി സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം നിന്ന് ദൈവജനത്തോടും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ പ്രധാനമായും പള്ളിക്കകത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ച് ഈ ഭവനം സ്തോത്രം ചെയ്ത് ദൈവം മുൻപാകെ അർപ്പിച്ചിട്ട് നമുക്ക് പള്ളിക്കകത്തേക്ക് പോയി ബാക്കി ശുശ്രൂഷകൾ അവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. തലവണക്കി നമ്മുടെ ഹൃദയങ്ങളെ വണക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആദ്യമായി ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിന് ഹൃദയം തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് നന്ദി അർപ്പിക്കുവാൻ ഈ സമയം ഉപയോഗിക്കാം. ജീസസ് ജീസസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മുൻപാകെ ഞങ്ങൾ വണങ്ങി നമസ്കരിക്കുന്നു. അങ്ങ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മീതെ ഭരണകർത്താവാണ്, എല്ലാത്തിനും കാരണഭൂതൻ അങ്ങാണ്. ദൈവമേ, ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ നൽകുന്നതും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതും എല്ലാം അങ്ങയുടെ പ്രവൃത്തിയാണ്. ഈ ദേശത്തുള്ള അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ദൈവമേ ഈ കാര്യം ചെയ്യാൻ അങ്ങയുടെ ജനത്തെ പ്രാപ്തിപ്പെടുത്തിയതോർത്ത് ഇന്ന് അങ്ങയ്ക്ക് നന്ദി പറയുവാനായി ഞങ്ങൾ സെക്ഷനായി ദൈവജനമായി ഒരുമിച്ച് വന്നുകൂടിയിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഈ സ്ഥലം അങ്ങ് നൽകി അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി അവിടുന്ന് ഈ സ്ഥലത്തെ എടുത്തു. അതിന് മുൻകാലങ്ങളിൽ അങ്ങയുടെ ദാസൻ തോമസ് സാറിനെ ദൈവം ഉപയോഗിച്ചു. കർത്താവ് ഈ കൂട്ടായ്മയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്നു. അങ്ങനെ ഈ കാലങ്ങളിൽ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തി വന്നു. ദൈവമേ, അങ്ങയുടെ ദാസൻ പാസ്റ്റർ കെ സാമുവലിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീനയെയും ഈ കുടുംബത്തെയും ദൈവം ഇവിടെ അയച്ച് ഈ ചില നാളുകളായി നടത്തി വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നന്ദിയോട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ഇവിടെ പാർക്കുന്ന ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാർക്ക് സൗകര്യമായി പാർത്ത് അങ്ങയുടെ സേവനം ചെയ്യാൻ വേണ്ടി ഈ ഭവനം പണിയാൻ കർത്താവേ അങ്ങയുടെ ദാസനും ഈ ജനത്തിനും ദൈവം ആഗ്രഹം കൊടുത്തു, അതിന് പ്രേരണ നൽകി, അതിനുള്ള വഴികൾ ദൈവം അവർക്ക് തുറന്നു കൊടുത്തു. ഇന്നത് മനോഹരമായി പൂർത്തീകരിച്ച് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്ത് അങ്ങയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയ ദയക്കായി സ്തോത്രം ചെയ്തു. കർത്താവ് ഈ കുടുംബത്തെ ഒരിക്കൽ കൂടെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും അവർ കൊടുത്ത ദാനങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യും. ഇവിടെയുള്ള ദൈവസഭയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവർ തങ്ങളുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചത് അങ്ങയ്ക്ക് വേണ്ടി നൽകി. ഇതിനകത്ത് സഹായികളാകാൻ അങ്ങ് പ്രേരണ കൊടുത്ത എല്ലാവർക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ജനം അങ്ങയ്ക്കായി ഉത്സാഹിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനം അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇത്
അങ്ങയ്ക്കായി ഞങ്ങൾ വിശുദ്ധീകരിച്ചു തരുന്നു. അങ്ങിതിനെ സ്വീകരിച്ച് അങ്ങിതിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹമാണ് എല്ലാ തലത്തിലും ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളെ പുലർത്തുന്നത്. അതാണ്. അങ്ങൊഴികെ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു നന്മയുമില്ല. എല്ലാ ദാനവും തികഞ്ഞ വരവും എല്ലാം അങ്ങയുടെ പക്കൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ അങ്ങ് നൽകിയ ദാനനിമിത്തം നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനം അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ തന്നെ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഇതിൻ്റെ കിടക്കമുറികളെ അങ്ങ് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ ലിവിംഗ് റൂം അവിടുത്തെ നാമനിമിത്തം വിശുദ്ധമായിരിക്കട്ടെ. ഇതിൻ്റെ അടുക്കള അവിടുത്തെ നാമത്തിന് വിശുദ്ധമായിരിക്കട്ടെ. ഇതിലെ ഓരോ ഭാഗവും അങ്ങയ്ക്ക് വിശുദ്ധമായിരിക്കട്ടെ. ദൈവമേ, ഈ നാടിനോടുള്ള ദൈവത്തിൻ്റെ ദൂതും അരുളപ്പാടും കേൾക്കുന്ന സ്ഥലമായി അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രത്യേക അഭിഷേകം അവിടുത്തെ ദാസനും കുടുംബവും കേൾക്കുന്ന സ്ഥലമായി ജീസസ് വെളിപ്പാടുകളുടെ സ്ഥലമായി ഈ സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ. ആത്മസംസർഗത്തിന്റെ സ്ഥലമായി ഇതിനെ വിശുദ്ധീകരിക്കണമേ. ഓ ദൈവജനത്തെക്കുറിച്ചുള്ള ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരവും ആവേശവും ലഭിക്കുന്ന സ്ഥലമായി, നിയോഗങ്ങൾ ലഭിക്കുന്ന സ്ഥലമായി ഈ ഭവനത്തെ തീർക്കണമേ. ഈ നാട്ടിലെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഈ സ്ഥലം അങ്ങ് എടുത്തിരിക്കാൻ സ്തോത്രം. ഈ ഭവനത്തിന് വേണ്ടതെല്ലാം അങ്ങ് നൽകണമേ. അങ്ങയുടെ ജനം ഈ ഭവനത്തെ അവരുടെ ഭവനം പോലെ കരുതി തങ്ങൾക്കുള്ള ദാനങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നതിൽ അവർക്ക് ഉത്സാഹം കൊടുക്കണമേ. ഇവിടെ നിന്ന് അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടാനും അങ്ങയെ സേവിക്കുന്നതിന്റെ നന്മ അനുഭവിക്കാനും ഈ ഭവനം വിശുദ്ധമായിരിക്കണമേ. കർത്താവേ, അഗതികളും അശരണമായ ആളുകൾക്ക് ഇവിടെ ഒരു സഹായം കിട്ടേണ്ടതിനും ദൈവത്തിന്റെ ജനത്തിന്റെ എല്ലാ ആവശ്യത്തിനും ഇവിടെ നിന്ന് ആത്മീകവും ഭൗമികവുമായ നന്മകൾ കിട്ടാനും ദൈവം ഈ ഭവനത്തെ ഇന്നു മുതൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാർക്കുന്ന അങ്ങയുടെ ദാസനെയും ദാസിയെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ തിരുവൻപാ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ അനുഗ്രഹവും ശക്തിയും ശുശ്രൂഷയും തുടർന്നും അവരുടെ മേൽ പകർന്ന് പ്രത്യേക അനുഭവത്തോടെ അങ്ങ് നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരം ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണമേ. ഈ ഭവന നിമിത്തം ഈ നാട് അനുഗ്രഹം പ്രാപിക്കുവാനിടയാക്കണമേ. ജീസസ്, അങ്ങനെ അനുഗ്രഹത്തിന്റെ ഭവനമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കും. യാതൊരു പ്രകൃതി ശക്തികളും ഇതിനെതിരെ വരാതെ, ഒരു പകർച്ചവ്യാധികളും ഇതിനെതിരെ വരാതെ, ഒരു അന്ധകാര ശക്തികളും ഇതിന്റെ മേൽ ആധിപത്യം എടുക്കാതെ ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ഈ ഭവനത്തെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി എല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാം മുൻപായി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. ദൈവം ഇത് അവിടത്തേക്കായി വിശുദ്ധീകരിച്ച് അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദാനങ്ങളെയും പരിശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. സഭയായിട്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു തകർപ്പനല്ലല്ലോ പറഞ്ഞാട്ടെ. പോരല്ലോ, ശക്തിയോടെ. ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരും ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിശ്ചയമായി നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കിച്ചണിൽ ഒരു ഇച്ചിരി വെള്ളം തിളപ്പിക്കുന്ന പരിപാടിയാണ്. പാലും അങ്ങനൊന്നുമല്ല, ഇച്ചിരി വെള്ളം തിളപ്പിക്കുന്നു. ദയവായി ആ ശുശ്രൂഷയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട
അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനവും ഉത്സാഹവും ഈ സംരംഭത്തിന് മുമ്പിൽ നിൽക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ ആ ശുശ്രൂഷ ചെയ്യും.